ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ വാച്ചിമ്മ എന്തോ സ്പെഷ്യൽ ഐറ്റം ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ അടുക്കളയിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വാച്ചിമ്മ സ്പെഷ്യൽ ഐറ്റം? ഞാനിന്ന് നല്ല കടും ചുമപ്പ് മുളക് പൊടി എടുത്തിട്ട് മട്ടണിൽ പുരട്ടിയിട്ട് വറുത്ത് ഈ തിണ്ടമേലെ കയറിയിരുന്ന് ചോറും കൂട്ടി അങ്ങോട്ട് ഉരുട്ടി ഉരുട്ടി തിന്നും. ഇങ്ങനെ പണ്ട് എൻ്റെ അമ്മ എനിക്ക് വാരി തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം അവരാരും അറിയാതെ ഞാനെടുത്ത് മുളക് പൊടി പുരട്ടി വറുത്ത് ഞാൻ തനിയെ സ്വാദം കൂട്ടി തിന്നു. വാച്ചിമ്മേ പറവളെ കട്ട് തിന്നാടി കള്ളി, ഞങ്ങളെ പറ്റിച്ച് നീ വറുത്ത് തിന്നില്ലേ? അപ്പൊ ശരിക്കും നമ്മുടെ വാച്ചിമ്മ എന്താ ചെയ്യാൻ പോണെന്ന് ചോദിക്കാം കേട്ടോ. എന്താ ശരിക്കും ചെയ്യാൻ പോണെന്താ? ഇന്ന് ഞാൻ ശരിക്കും ചെയ്യാൻ പോണത് ഷാപ്പിലെ മട്ടൻ കറി. ഷാപ്പിലെ മട്ടൻ കറിയാ? എനിക്ക് ഷാപ്പിലെ മട്ടൻ കറിയും ഷാപ്പിലെ മീൻ കറിയും വെക്കാൻ അറിയാം. പക്ഷെ മീൻ കറി ഇപ്പൊ മിക്കവരും ചെയ്ത് ടി വിയിൽ ഷാപ്പിലെ മീൻ തലകറി പല വിധത്തിലും പല ചെയ്താണ്. അപ്പൊ ഒന്ന് മട്ടൻ കറിയിലേക്ക് കിടക്കാന്ന് വിചാരിച്ചു. എന്നുവെച്ചാൽ പണ്ട് എൻ്റെ അപ്പന് ഷാപ്പ് ഉണ്ടായിരുന്നേ. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് പാചകം ചെയ്ത് വേലക്കാരികൾ കൊണ്ടുപോകുന്നത്. ഒരു മേരത്താത്തി സെലിത്താത്തി ഉണ്ടായി. അപ്പൊ അവര് പാചകം ചെയ്യുമ്പോൾ ഞാൻ കുട്ടിയാണ്, 12 വയസ്സുള്ളൂ. ഞാൻ പോയി നോക്കി നിൽക്കും. എന്നാ അപ്പൊ എന്താ കൊച്ചുപോളെ നോക്കി നിൽക്കണേന്ന് മേരത്താത്തി ചോദിക്കും. അപ്പോൾ പറയും ഞാൻ കറി വെക്കണം നോക്കിക്കണേ മേരത്താത്തി എന്ന് പറയും. അപ്പോൾ കറി വെക്കണൊക്കെ ഞാൻ നോക്കി നിൽക്കുമ്പോൾ രുചി നോക്കാനാണില്ലേ കണ്ടടക്കും. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് തരുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ ഓർക്കും എനിക്കിത് തനിയെ വലുതാകുമ്പോൾ ചെയ്യണം. പിന്നെ ഞാൻ വീട്ടിലിടക്കിടക്കൊക്കെ ചെയ്യാറൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ ഇതിനു വേണ്ടി ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷാപ്പില് മട്ടൻ കറി. 1/2 കിലോ മട്ടൻ കറിക്ക് എന്തെല്ലാം വേണമെന്ന് നോക്കാം. തേങ്ങാക്കൊത്ത്, തക്കാളി, കറിവേപ്പില, കറുവയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിമസാല, കുരുമുളകും പെരിഞ്ജീരകവും, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉള്ളി. പണ്ടൊക്കെ ഞങ്ങൾ അമ്മിക്കല്ലിൽ അരകല്ലെന്ന് പറയും, അമ്മിക്കല്ലെന്ന് പറയും. അതിൽ അരച്ച മസാലകളെല്ലാം എടുക്കും. എനിക്ക് ഓർമ്മയുണ്ട്. അതിന്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ, ഇതേപോലെ പൊടികളല്ല. എനിക്ക് ഓർമ്മയുണ്ട്. വാച്ചിമ്മ മറ്റേ ചമ്മന്തി ഒക്കെ ഇങ്ങനെ അരച്ചിട്ട് അതിൽ ചോറ് വരട്ടിട്ട് ചമ്മന്തി അരച്ചിട്ട് അതിൽ ചോറ് വരട്ടി തിന്നണ എന്റെ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചമ്മന്തി അരച്ചു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ആളെ കാണൂല. നോക്കുമ്പോ അടുക്കളയിൽ അമ്മിക്കല്ലിൽ ചോറ് വരട്ടി തിരണയായിരിക്കും. ഞാനിപ്പോ മറ്റേ ചിക്കന്റെ ഫ്രൈ തന്നെ ചെയ്യും. ചിക്കന്റെ ഫ്രൈ ഇപ്പൊ പരട്ടി തിന്നില്ലേ? വെറൈറ്റി ടേസ്റ്റ് ആണ് അമ്മിക്കല്ലിൽ അരച്ചെടുക്കുന്നത്. എനിക്ക് 1-2 പ്രാവശ്യം വാച്ചുമ്പോ തന്നിട്ടുണ്ട്. അത് ഭയങ്കര ടേസ്റ്റ്. ഇപ്പോഴല്ലേ ഈ പൊടികളൊക്കെ വന്നത്. അന്നൊക്കെ ഈ കല്ലിൽ അരച്ചെടുക്കുമ്പോ അതിന്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെയാണ്. എന്റെ അപ്പം പറയും കല്ലിൽ അരച്ചെടുത്താൽ മതി മസാലകളെല്ലാം, നിങ്ങൾ പൊടികൾ ഇടല്ലേ എന്ന് പറയും. നമുക്ക് ഒരു പ്രാവശ്യം അങ്ങനെ അരച്ച് ചെയ്താൽ എന്തെങ്കിലും ചെയ്യാം. വലിയ കഷ്ണം ഇഞ്ചി, ഒരു പിടി വെളുത്തുള്ളി, കഴിഞ്ഞില്ലമ്മ? ഞാൻ തക്കാളി അരിയണോ? നീ തക്കാളി അരിഞ്ഞു പോയി. അപ്പോഴത്തേക്കും ഞാൻ ഈ കുരുമുളകും പെരിഞ്ജീരകവും ഇടിച്ചെടുക്കാം. 1/2 കിലോ മട്ടന് നമുക്ക് ഇത്രയും ജീരകം മതി. ഒരു പിടി കുരുമുളക്, പൊടിയായി അരച്ചെടുക്കണമെന്നില്ല, ചതച്ചെടുത്താൽ മതി. നമുക്ക് ആ കുരുമുളകും ജീരകവും നല്ലോണം ചതഞ്ഞ് കിട്ടണം. നമുക്ക് ചട്ടി വെക്കാം. ചട്ടി ചൂടാവുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം.
ചൂടായി വരുന്നുണ്ട്. ഒരു 1/4 കിലോ എണ്ണ മതി. എണ്ണ നല്ലവണ്ണം ചൂടായി. ഇനി നമുക്ക് കറുവയില ഇട്ട് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. എണ്ണ ഇങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ? എന്ത് ചെയ്യണം? എന്ത് ചെയ്യാൻ? മാറി നിൽക്കണം പുറകോട്ട്. അത്ര തന്നെ. തേങ്ങാക്കൊത്തിട്. പച്ചമുളക് എത്ര മുറിയാ? ഒരു അരമുറിയാണോ? ഒരു അരമുറി ഇല്ല, ഒരു കാമുറി കൂടുതലുണ്ട്. അരമുറി വേണ്ട, 1/2 കിലോ ഇറച്ചിയല്ലേ ഉള്ളൂ. അപ്പോൾ അത് കാരണം 1/2 കിലോ, 1 കിലോ ഇറച്ചിയാണെങ്കിൽ അരമുറി തേങ്ങ വേണം. അടുത്തത് ഉള്ളിയിട്. റെഡി, ഓക്കെ, ഡൺ. അടുത്തത് ഉള്ളി വഴന്ന് തുടങ്ങി. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് വാടി കഴിയുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പച്ചമുളക് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി കിടന്നങ്ങോട്ട് വഴന്ന് നല്ല പാകത്തിന് വരട്ടെ. എത്ര തക്കാളിയാണ് വെച്ചത്? ഇത് 2 ചെറിയ തക്കാളി, 1/2 കിലോ ഇറച്ചിയല്ലേ ഉള്ളൂ. 2 ചെറിയ തക്കാളി മതി. ഇനി തക്കാളിയും പച്ചമുളകും എല്ലാം വഴന്ന് കഴിഞ്ഞു. ഇനി അടുത്ത സെക്ഷൻ ആ ഇടിച്ചു വെച്ചിരിക്കുന്ന പെരിഞ്ജീരകവും കുരുമുളകും. ഓക്കെ, ഒന്ന് കാണിക്കുമ്പോളെ അത് എങ്ങനെയാണെന്ന് എൻ്റെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണ്ട. ഒന്ന് ചതഞ്ഞാൽ മതി കേട്ടോ. കാണിച്ചു കഴിഞ്ഞോ? ഇനി അരമണിക്കൂർ ഇങ്ങനെ വെച്ചോണ്ട് തന്നെ ഇരിക്കണ്ട. നിങ്ങളുടെ ഇടുകൊച്ചേ. വാ മോളെ, ഇനി മസാല ഇട്ട് കൊടുക്കാം നമുക്ക്. അര സ്പൂൺ മഞ്ഞൾപ്പൊടി. 2 സ്പൂൺ മല്ലിപ്പൊടി നിറച്ചിട്ടു. മതി. 3 സ്പൂൺ മുളക് പൊടി. 3 സ്പൂൺ മുളക് പൊടി ഇട്ടില്ലേ? ഇനി അടുത്തത് ഗരം മസാല. എത്ര? 2 സ്പൂൺ. ഇനി ഇത് മൂത്ത് കഴിയുമ്പോൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം മതി. എന്നുവെച്ചാൽ ആട്ടിറച്ചിയിൽ നിന്ന് തന്നെ വെള്ളം താനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് വെള്ളം, അതിൻ്റെ പാതിയൊക്കെ ബൗളിലിരിക്കുന്നതിൻ്റെ പാതി വെള്ളം ഒഴിച്ച് ആദ്യം കൊടുത്ത് നോക്കാം നമുക്ക്. ഇപ്പോഴോ? മൂത്ത് കഴിഞ്ഞു. മതി. ഇറച്ചിയിൽ നിന്ന് ഇനി വെള്ളം വരും. ഇനി ഉപ്പെടുക്കും മോളെ. ഉപ്പ് കയ്യിലോണ്ടിടണ്ട, അത് കൈയളവിന് വേണം ഇടാൻ. നമുക്ക് ആ മാവിന് പൊടിക്കനുസരിച്ച ഉപ്പിടണം. ഇനി അടുത്തത് നമുക്ക് ആടിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എല്ലാം ശരിയായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഇത് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമുക്കൊരു പാട്ട് പാടാം. ശരി, നീ കൂടി കൂടണം. ഞാനാ? ശരി. 1 2
3 സ്റ്റാർട്ട്. കദളി വാഴ കയ്യിലിരുന്ന് കാക്ക ഇന്നു വിരുന്നു വിളിച്ചു, വിരുന്നുകാരാ 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 വന്നാട്ടെ, വിരുന്നുകാരാ 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 വന്നാട്ടെ. മാരനാണ് വരുന്നതെങ്കിൽ മധുര പത്തിരി നൽകണം, മാവു വീണം വെണ്ണ വീണം പൂവാലി പശുവേ പാൽ തരണം. കദളി വാഴ കയ്യിലിരുന്ന് കാക്ക ഇന്നു വിരുന്നു വിളിച്ചു, വിരുന്നുകാരാ 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 വന്നാട്ടെ, വിരുന്നുകാരാ വിരുന്നുകാരാ ഷാപ്പിലെ മട്ടൻ കറി തിരിച്ചാട്ടെ. ഇപ്പൊ ഇതായിട്ടുണ്ടാവും. ശരിയാണോ? നമ്മള് തുറക്ക്, നമുക്ക് കഴിക്കാം. നോക്കാം. ഞാൻ തുറക്കണം. ഒന്ന് നോക്കണം, ഉപ്പ് നോക്കണം. ഇളക്കട്ടെ ഞാനൊന്ന്. ഓ, റെഡി റെഡി. തേങ്ങ കൊത്തിട്ട ഷാപ്പിലെ മട്ടൻ കറി റെഡി. ഓഫ്. എൻ്റെ പൊന്നെ, നല്ല കളറൊക്കെ ആയിട്ട് മസാലയൊക്കെ പേരണ നല്ല സൂപ്പറായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ എനിക്ക് കഴിക്കാൻ തോന്നാം. വാ കഴിക്കാം കഴിക്കാം. ഡൈനിങ് ടേബിൾ പോവാം. ഡൈനിങ് ടേബിളാ? ഇന്ന് ഇതാണ് നിന്റെ ഡൈനിങ് ടേബിൾ. കയറി. ഓക്കെ. ചോറെടുത്തോണ്ട് വരാം ഇപ്പൊ. എടുത്തിട്ട് ചെറിയ ഉരുള മതി. സൂപ്പറുണ്ട്. കൊത്തൊക്കെ കടിക്കുമ്പോ സൂപ്പറുണ്ട്. മാച്ചമ്മക്കുമ്പോണ്ടോ ഉണ്ടല്ലോ ഇവിടെ. മാച്ചമ്മ കഴിച്ചാ അങ്ങനെ നമ്മളെപ്പോഴൊക്കെ ഇങ്ങനെ തിണ്ടയിലിരുന്ന് കഴിക്കാൻ പ്ലാൻ ചെയ്യണ്ടോ? അപ്പോഴൊക്കെ ഇതുപോലെ മഴ പെയ്യണ്ടല്ലോ. നല്ലൊരു അന്തരീക്ഷമാണല്ലേ. പക്ഷെ ഇങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ ഇരുന്ന് സമാധാനത്തിലിരുന്ന് രുചിച്ച് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഒട്ടും ആ ഭക്ഷണം ആര് ധൃതി പിടിച്ചൊക്കെ കഴിച്ചോണം ഒന്നും ആവില്ല. എല്ലാം ഇങ്ങനെ സമാധാനത്തിൽ ഭക്ഷണം നല്ലോണം രുചി അറിഞ്ഞ് ഭക്ഷണം കഴിക്കണം. ക്ലൈമറ്റും കൂടെ ആയപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ആയല്ലേ. ഇപ്പൊ എങ്ങനെയുണ്ട്? സൂപ്പർ. അത് ഇത് മാത്രമല്ല, ഈ തേങ്ങാക്കൊത്തും ചേർത്ത് വേണം ഈ മട്ടൺ കഴിക്കാൻ. കടിച്ചു നോക്ക്. അമ്മ അങ്ങനെ തരല്ലേ, പീസാക്കി മുറിച്ചതാ. അത് ഇങ്ങനെ പീസാക്കി. പഞ്ചതന്ത്രം കഥയിലെ പഞ്ചവർണ്ണ കുടിലിലെ മാണിക്കപ്പൈങ്കിളി വാനം പറക്കുന്ന വാനം പാടി സ്നേഹിച്ചു, ഒരു വാനം പാടി സ്നേഹിച്ചു. മതിയാ? വാനമ്പാടിയല്ലേ? എൻ്റെ വാനമ്പാടിയല്ലേ നീ?